നാം കഴിഞ്ഞ ദിവസങ്ങളായി നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് നാം ധ്യാനിച്ചു വരികയായിരുന്നല്ലോ. അതിലെ 1-ാമത്തെ അധ്യായത്തിൽ നിന്നും നാം മനസ്സിലാക്കിയത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെയും തന്നെ ഐഡന്റിഫൈഡ് വിത്ത് ദി പ്രോബ്ലം, പ്രശ്നങ്ങളെയൊക്കെയും തന്നെ മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നു. രണ്ടാമത്, ഹി സ്പെൻഡ് ടൈം ഇൻ പ്രയർ, പ്രാർത്ഥനയിൽ തന്നെ സമയം കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് ആദ്യത്തെ അധ്യായത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയത്. രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് നാം അർത്തഹ്ശഷ്ടാ രാജാവിന്റെ 20-ാം ആണ്ടിൽ താൻ നിസാൻ മാസത്തിൽ രാജാവിന്റെ അരികിൽ ഇങ്ങനെ തൻ്റെ ജോലിയിൽ താൻ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ തൻ്റെ മുഖം കണ്ട് ശരിയായി വേദനയിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് തന്നെ സഹായിക്കുന്ന നെഹമ്യാവെന്ന് രാജാവ് മനസ്സിലാക്കുന്നു. രാജാവുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ ആ ഭാരം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ രാജാവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ അധരം ദൈവസന്നിധിയിൽ തുറന്നിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ വാതിലുകൾ ഒരിക്കലും അടയപ്പെടത്തില്ല. നിങ്ങൾ ഒരു തുള്ളി കണ്ണുനീർ ദൈവസന്നിധിയിൽ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ പിന്നാലെ വന്നിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ദൈവസന്നിധിയിൽ നിങ്ങൾ 1 മണിക്കൂർ ചെലവിട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിൻ്റെ മഹത്വം പിന്നാലെ നിങ്ങൾ കാണും. കാരണം എന്നോട് അടുത്ത് വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരുമെന്ന് തമ്പുരാന്റെ വാഗ്ദത്തമാണ്. നാം 1-ാം അധ്യായത്തിൽ കണ്ടു, അവരുടെ സുരക്ഷിത മഴുതിൽ പൊളിഞ്ഞു പോയത്, അവരുടെ അഭിമാനം അതിൽ പൊളിഞ്ഞു പോയത്, അവരുടെ രാജ്യം ശിഥിലമായി പോയത്, ആലയം തകർക്കപ്പെട്ടു പോയത്, ജനങ്ങൾ ചിന്നിച്ചെതിരിപ്പോയത് എല്ലാം ദൈവത്തെ വിട്ടുപോയതിൻ്റെ ഏക കാരണമാണ് എന്നറിയാനിടയായി. അവരുടെ ജീവിത വിശുദ്ധിയിൽ നിന്ന് അവർക്ക് വീഴ്ച സംഭവിച്ചു. ജീവനുള്ള ദൈവത്തിൽ നിന്ന് അവർ അന്യപ്പെട്ട് അന്യ ആരാധനയുടെ പിറകാലെ അവർ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, അഭിവൃദ്ധിയുടെ ദേവനായി കരുതിയിരുന്ന ബാലിന്റെ പുറകെ അവർ കടന്നുപോയി. അത് ഇവഞ്ച്വലി അവരുടെ ജീവിതത്തിന് തകർച്ചയായി. നമുക്കറിയാം, ഈ കപ്പലിന്റെ അടിയിൽ ഒരു ചെറിയ സുഷിരം വീണാൽ പിന്നെ അതിൻ്റെ മുകളിൽ ഏഷ്യൻ പെയിന്റും അടിച്ചുകൊണ്ട് നിന്നാലൊന്നും കപ്പലിന് സുരക്ഷിതത്വം ഉണ്ടാകുകയില്ല. ദൈവത്തിൽ നിന്ന് നാം എവിടെയെങ്കിലും അന്യപ്പെട്ടു പോയെങ്കിൽ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ അത് സമ്മതിച്ച്, നെഹമ്യാവ് പറഞ്ഞത്, ഞാൻ പാപം ചെയ്തു, എൻ്റെ മക്കള് പാപം ചെയ്തു, എൻ്റെ കുടുംബം പാപം ചെയ്തു, സമ്മതിക്കുന്നു, ഏറ്റുപറയുന്നു. പാപമാണ് അവർക്ക് ഈ തകർച്ചകളുടെ എല്ലാം കാരണമെന്ന് നെഹമ്യാവിന് ബോധ്യമായി. അപ്പൊ ദൈവം പറഞ്ഞു, നിങ്ങൾ എൻ്റെ വഴികളെ വിട്ടാൽ, എൻ്റെ വചനം വിട്ട് നിങ്ങൾ പോയാൽ നിങ്ങളെ ഞാൻ കൈവിടും. അതവർക്ക് സംഭവിച്ചു. എന്നാൽ എങ്കിലേക്ക് അനുദപിച്ച് തിരിച്ചു വന്നാൽ, നിങ്ങൾ എത്ര ദൂരത്തിൽ ചെതറിപ്പോയാലും ഞാൻ നിങ്ങളെ മടക്കി വരുത്തും എന്ന് കർത്താവിന്റെ വാഗ്ദത്തമുണ്ട്. അപ്പോൾ അനുസരണക്കേട് കാണിച്ചാൽ ചെതറിച്ചു കളയും എങ്കിൽ, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ മടക്കി വരുത്തും എന്നുള്ള വാഗ്ദത്വവും താൻ അതിൽ കയറി പിടിക്കുകയാണ്. രാജസന്നിധിയിൽ
താൻ നിൽക്കുമ്പോൾ രാജാവ് ചോദിച്ച ചോദ്യത്തിന് വളരെ പ്രാർത്ഥനയോടെ താൻ തന്റെ കാര്യം വ്യക്തമാക്കുന്നു. സഹോദരങ്ങളെ, നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല ലീഡർഷിപ്പിൽ വരാനായിട്ട് കഴിയൂ. എഴുതി വയ്ക്കുക. നല്ല കാഴ്ചപ്പാട്, വിഷൻ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു നല്ല ലീഡർഷിപ്പിലേക്ക് വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കണം, കാഴ്ചപ്പാടുള്ള വ്യക്തിയെ ഒരിക്കലും നേതൃത്വ നിരയിൽ നിന്ന് ഒഴിവാക്കരുത്. ഈ ടേൺ മാറി വരുന്ന പല ശുശ്രൂഷകളും പല സ്ഥലങ്ങളിലും ഉണ്ട്. അതൊരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് തോന്നിയാലും നമുക്കറിയാം, ശുശ്രൂഷയുള്ള ഒരു വ്യക്തി ശുശ്രൂഷിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. സഹോദരങ്ങളെ, കസേരയല്ല ശുശ്രൂഷ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം ഒരുവനെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. ഇവിടെ ഇതാ ആരോഗ്യപരമായ ഒരു പ്രാർത്ഥനയുടെ കാലഘട്ടത്തിന് ശേഷം തൻ്റെ മനസ്സിലൂടെ ചെയ്യാനായി ദൈവം നിയോഗിച്ച കുറെ കാര്യങ്ങളുടെ വ്യക്തമായ പ്ലാനിങ് താൻ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ എത്ര സിസ്റ്റമാറ്റിക്കലായിട്ടാണ് താൻ തൻ്റെ വിഷൻ അനുസരിച്ച് ഡോക്യുമെന്റേഷൻ വർക്കുകൾ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഹി അപ്രോച്ച് കിങ്, അദ്ദേഹം രാജാവിനെ അപ്രോച്ച് ചെയ്ത് ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. എന്തിനാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? തൻ്റെ ജീവിതം, തൻ്റെ ദൗത്യം, ഇതിലെല്ലാം വിശ്വസ്തരായിരുന്നു. എനിക്ക് ഹമ്പിളായി നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾ വളരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് 100% ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ഈ നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര് സ്തോത്രം. ഞാൻ കുറച്ച് നാള് എൻ്റെ ഇന്റേൺഷിപ്പിൽ ചില ഡോക്ടേഴ്സിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെന്റൽ ക്ലിനിക്കൽ സെക്ഷനിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫിസിഷ്യൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും നഴ്സിംഗ് അസിസ്റ്റന്റ് ഒക്കെ കഴിഞ്ഞ ഒരാളാണ് കേട്ടോ. അപ്പോൾ വളരെ ഞങ്ങളെ കോഴ്സ് പ്രോഗ്രാം ഒക്കെ പഠിപ്പിച്ചതും ഞങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ തന്നതും ബ്ലഡ് എടുക്കാൻ പഠിപ്പിച്ചതും IV ഇടാൻ പഠിപ്പിച്ചതുമായ പല ആളുകളുണ്ട്. നല്ല ട്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മൃഗസ്വഭാവമുള്ളവരും ഉണ്ടായിരുന്നു. അപ്പൊ നല്ല നമ്മുടെ വിഷനോടുകൂടിയുള്ള, സ്നേഹത്തോടുകൂടിയുള്ള, കമ്പാഷനോടുകൂടിയുള്ള, കൺസേണോടുകൂടിയുള്ള, കരുതലോടുകൂടിയുള്ള നേഴ്സന്മാർ ഒരു രോഗിയുടെ അരികിൽ വരുമ്പോഴേ എന്തോ ഒരു സന്തോഷമാണ്, എന്തോ ഒരു ആനന്ദമാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ രാജസന്നിധിയിൽ തൻ്റെ ജോലിയിൽ വളരെ വിശ്വസ്തനായി നിന്നുകൊണ്ട് രാജാവിന്റെ പത്നിയും അടുത്തുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ്, നിനക്ക് എത്ര ദിവസം അവധിയാ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുന്നതിൽ വലിയ സന്തോഷം ഇല്ല എങ്കിലും നെഹമ്യാവിനോടുള്ള സ്നേഹം നിമിത്തം അവർ അവധി കൊടുക്കാൻ തയ്യാറായി. പ്രൈസ് ലോർഡ്. നോക്കുക, നിങ്ങളുടെ വിശ്വസ്ത സേവനമാണ് രാജാവിന്റെ മനസ്സ് പരിധിക്കപ്പുറത്തായി ആത്മാർത്ഥത കാണിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ വിശ്വസ്തത, ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ചെറിയ തൊഴിലാ ചെയ്യുന്നതെങ്കിലും അത് വൃത്തിയോടെ ചെയ്യണം, മനസ്സോടെ ചെയ്യണം, ആത്മാർത്ഥതയോടെ ചെയ്യണം. വീട്ടിൽ ഒരാളോട് തൂക്കാൻ പറഞ്ഞാൽ രണ്ടാമതൊരാൾ ചൂലും കൊണ്ട് പോകണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തൂത്തുമൂലയിലും അവിടെ ഇടയൊക്കെ ഇട്ടേച്ച് പൊക്കളയും, പെട്ടെന്ന് തീരും. സൗരങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിനോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഉയരങ്ങളിലേക്ക് വളർച്ച പ്രാപിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയട്ടെ. നെഹമ്യാവ് രാജസന്നിധിയിൽ പറഞ്ഞതനുസരിച്ച് രാജാവ് 1 by 1 ആയിട്ട് അവനിൽ നിന്ന് കേൾക്കുക,
നിനക്ക് എന്താ വേണ്ടിയത്? ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത്? എന്താണ് നിന്റെ ആഗ്രഹം? നോക്കുക, ഈ ബാബിലോണിൽ നിന്ന് യെരുശലേം വരെ ഉള്ള ദൂരം 800 മുതൽ 900 വരെ മൈലാണ് എന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത്. ഏകദേശം 1400 പരം കിലോമീറ്റർ ഉണ്ട്. ഇന്നത്തെ കൂട്ടുള്ള യാത്രയല്ല, വളരെ ദുസ്സഹമാണ്, ദുർഘടമാണ്. ഇത്രമാത്രം ദൂരയാത്ര ഉണ്ടെങ്കിൽ ഓരോ പ്രൊവിൻസിൽ ചെല്ലുമ്പോൾ ദേശാധിപതികളുണ്ട്. ആ സ്ഥലത്തേക്ക് കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് കത്ത് വേണം. അപ്പോൾ താൻ പ്ലാനിങ് ചെയ്തു. നമ്മൾ ഏത് കാര്യം, ചില ആളുകൾക്ക് ഒന്നിനും ഒരു പ്ലാനിങ് ഇല്ല, ഒരു ഐഡിയ ഇല്ല. അവർ പറയും എല്ലാം വിശ്വാസത്താല. അങ്ങനെ പോകരുത് കേട്ടോ. ഏത് കാര്യത്തിനും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം, ഏത് കാര്യത്തിനും ഒരു ഓർഡർ ഉണ്ടായിരിക്കണം, ഏത് കാര്യത്തിനും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അങ്ങനെ പോയാൽ നിങ്ങൾ വളരെ ശ്രേഷ്ഠത പ്രാപിക്കും. തനിക്ക് മനസ്സിലായി മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ രാജാവിന്റെ പെർമിഷൻ മാത്രം പോരാ, ഇതിന് ആധികാരികമായ ഡോക്യുമെന്റ് തന്റെ കയ്യിൽ വേണം. അതിന് താൻ എന്താ ചെയ്തത്? 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ദേശാധിപതികൾക്ക് ആ നദിയൊക്കെ കടത്തിവിടാനായിട്ട് അവർക്ക് കത്ത് വേണം. അത് മേടിച്ചു. അവിടെ ചെന്നതിന് ശേഷം പാർക്കേണ്ടതിനും പണിയേണ്ടതിനുമൊക്കെ സൗകര്യങ്ങൾക്ക് തടി ആവശ്യമാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്ഷനാണ്. 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ഇതാ തടി ലഭിക്കേണ്ടതിന് വേണ്ടി, 8-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ, വനപാലകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന്. അപ്പൊ മനസ്സിലാക്കണം, ഈ ഓരോ ദേശത്തുമുള്ള ഗവർണേഴ്സിനെയും ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ഹെഡ്സിനെയും രാജകൊട്ടാരത്തിലിരിക്കുന്ന നെഹമ്യാവിന് വ്യക്തമായിട്ട് അറിയാം. ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും ശരിയായ അറിവ് താൻ അവിടെ ഇരുന്ന് ശേഖരിച്ച്, അവര് പോലും അറിയാതെ താൻ ഇതിന്റെ എല്ലാം അധികാരം വാങ്ങി. മാത്രമല്ല, അദ്ദേഹം കടന്നു പോകുന്നത് ഒരു ഭയാനകമായ ഒരു മേഖലയിലേക്കാണ്. ഒരിക്കലും ഈ മതിലിനി പണിയാൻ പോകത്തില്ല എന്നുള്ളതാണ് ആ ദേശത്തായിരിക്കുന്ന യെരുശലേമിലെ ശത്രു സൈന്യം ചിന്തിച്ചിരിക്കുന്നത്. സൻബല്ലത്തും തോബിയാവും അവരോടൊപ്പമുള്ള ടീമെല്ലാം ആഘോഷിക്കുകയാണ് യെരുശലേമിന്റെ വീഴ്ച കണ്ട്. സഹോദരങ്ങളെ, നിങ്ങളുടെ തകർച്ചയും വീഴ്ചയൊക്കെ കണ്ട് ആഘോഷിക്കുന്നവരുടെ നടുവിലാണ് എഴുന്നേറ്റ് പണിയാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നത്. നന്ദിയോടെ സ്തോത്രം ചെയ്യാമല്ലോ, അല്ലേ? ആമേൻ. നിങ്ങളുടെ ട്രാജഡിയെ കോമഡിയാക്കി മാറ്റുന്ന ജനത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് തുറക്കേണ്ട ഓരോ ഡോറും സ്വർഗത്തിലെ ദൈവം തുറന്നിരിക്കും. തരേണ്ട ഓരോ വാതിലുകളും ദൈവം തുറന്ന് തന്നിരിക്കും. ഇംപോസിബിൾ എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 18-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വന്നാൽ അറിയാം, എൻ്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവിനോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ കൈ അനുകൂലമായി മാറി, രാജാവും അനുകൂലമായി മാറി. വചനം പറയുന്നു, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കും. 8-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ, അതെ, 8-ാം വാക്യം, അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും. ഒരാൾ വായിച്ചാട്ടെ. അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവനൊരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. ശ്രദ്ധിച്ചാട്ടെ, അപേക്ഷിച്ചപ്പോൾ
അന്നേരെ രാജാവ് അതിനുള്ള മേലുദ്യോഗസ്ഥനെ വിളിച്ച് കത്ത് കൊടുത്തു. നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവർ പറയും ഇല്ല. പണ്ടെൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ നാട്ടിൽ വന്നപ്പോൾ തൻ്റെ വൈഫിന് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് ആസാമിൽ കാത്തലിക് അവിടുത്തെ അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന സമയമാണ്. പുള്ളി ട്രിവാൻഡ്രത്ത് ചെന്ന് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് ആർച്ച് ബിഷപ്പിനെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ നാട്ടിൽ വന്ന ഒരു ജോലി വേണം. ചോദിച്ചു എവിടെയാ വേണ്ടിയേ? ഞങ്ങൾ അഞ്ചലിലാണ് താമസിക്കുന്നു. അന്നേരം ഒരു കത്ത് കൊടുത്തു. അവിടെ ചെന്ന് തലേ ദിവസം ജോലിയില്ലെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന്റെ ഇൻചാർജ് കത്ത് കണ്ടുടനെ ചോദിച്ചത് ഇത് എപ്പോഴാ ജോയിൻ ചെയ്യുന്നതെന്നാ ചോദിച്ചത്. ഇതാണ് ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കുക, സാധ്യതകൾ ഇല്ലാത്തടുത്ത് പ്രാർത്ഥിച്ച് സാധ്യതകൾ ഉണ്ടാക്കുന്നു. സ്തോത്രം. ഡോറ് ഓപ്പൺ ആകാത്ത സ്ഥാനത്ത് പ്രാർത്ഥനയാൽ ഡോർ ഓപ്പൺ ആകുന്നു. നെഹമ്യാവിന് ഒരു കാര്യം മനസ്സിലായി, താൻ ഒറ്റയ്ക്ക് പോയാൽ താൻ തിരിച്ചു വരില്ല. കാരണം അവിടെ ധാരാളം പ്രതിസന്ധികളെ താൻ നേരിടേണ്ടി വരും. പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോൾ ഒരു കരുതലോടും വളരെ സന്നാഹത്തോടും പോകേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, രാജാവ് അതിന് എന്താണ് ചെയ്തത്? അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അങ്ങനെ ഞാൻ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിയുടെ അടുക്കൽ വന്നു, രാജാവിന്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. രാജാവ് എന്ത് ചെയ്തു? പടനായകന്മാരെയും കുതിരച്ചേവകരെയും എന്നോടുകൂടെ അയച്ചിരുന്നു. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ പോർഷൻ വളരെ ശ്രദ്ധയോടെ ഗ്രഹിക്കണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 4 മാസം പ്രാർത്ഥനയിൽ സമയം ചെലവിട്ടപ്പോൾ എങ്ങനെ മൂവ് ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം. പ്രൈസ് ഗോഡ്. അവിടെ ചെന്ന് യെരുശലേമിൽ ചെന്നിട്ട് കേട്ടതുപോലെ താൻ കാര്യങ്ങൾ മുഴുവൻ എന്താണ് നമ്മൾ കാണുന്നത്? ഹി അസസ് ദ സിറ്റുവേഷൻ. കാര്യങ്ങളെല്ലാം ഒന്ന് അസസ് ചെയ്യാനിടയാണ്. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ എന്ന് മൊത്തം താൻ നേരിട്ട് ഡാമേജ് ആയ എല്ലാ ഏരിയകളും താൻ കണ്ടു മനസ്സിലാക്കി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് 16-17 വാക്യങ്ങളിൽ കാണുന്നത് താൻ ആളുകളെ വിളിച്ചു കൂട്ടുകയാണ്. 17-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അതിന് തൊട്ടു മുമ്പ് 16-ന്റെ താഴെ കാണുന്നത് താൻ എവിടെ പോയി, എങ്ങനെ പോയി, ഒരു കാര്യവും യഹൂദന്മാരോടോ പ്രമാണികളോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ ആരോടും പറഞ്ഞില്ല. നോക്കിക്കേ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ പോയി മനസ്സിലാക്കുക. സ്തോത്രം. ചില സന്ദർഭങ്ങളിൽ ഈ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഡെപ്ത് ആദ്യം മനസ്സിലാകത്തില്ല. ചെന്ന് നീ കാണുക, ഇതാണ് തനിക്കുണ്ടായ നിയോഗം. ഒരിക്കൽ 18-ാം അധ്യായം ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഇരമ്യാവിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, ഗോ ടു ദി പോട്ടേഴ്സ് ഹൗസ്. നീ കുശവന്റെ വീട്ടിൽ ചെല്ലാൻ പറയും. എന്റെ സഹോദരങ്ങളെ, കുശവന്റെ വീട്ടിൽ ചെല്ലാൻ തമ്പുരാൻ പറഞ്ഞത് വഴിയൊന്നും പറഞ്ഞില്ല. എന്താ വഴി പറയാഞ്ഞേ? വെളിപ്പാടിൽ കണ്ടുപോകുന്നു എന്നാണോ അതിനർത്ഥം? അല്ല, ഹി നോ ദ റൂട്ട്. വഴി അറിയാം. അപ്പൊ ഈ നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് ചുമ്മാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. മനസ്സിലായി? ചില ആളുകൾ എന്ത് ചെയ്യും? പലരുടെയും പ്രാർത്ഥന വിഷയങ്ങൾ പലപ്പോഴും അനാവശ്യ പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞിട്ട് ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, പക്ഷെ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് ഒരു ഒഴുക്ക് കിട്ടുന്നില്ല, ഒരു നിയോഗം വരുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു, കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ നോക്കിയിട്ട് ഞാൻ പിന്നെയും ചോദിച്ചു, ഈ കുഞ്ഞിപ്പോ എന്തുവാ ചെയ്യുന്നേ? 2-ാം ക്ലാസ്സിൽ പഠിക്കുക. എന്തോ ഒരു പ്രാർത്ഥനാ വിഷയം.
ഈ ചിലർക്ക് അറിവുണ്ടെങ്കിലും വെളിവില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനൊക്കെ? അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വെറുതെ കൊണ്ടുവന്ന് സമയം പോക്കുന്ന രീതികളല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നോക്കുക, കാര്യങ്ങൾ വിലയിരുത്തി വ്യക്തമായി മനസ്സിലാക്കി ഒറ്റയ്ക്ക് പോയി. ഇരമ്യാവിനോട് പറഞ്ഞതനുസരിച്ച് ഇരമ്യാവ് അവിടെ ചെന്നപ്പോൾ എന്താ? ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുക. ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം കയ്യിൽ ചീത്തയായപ്പോഴാണ് ദൈവശബ്ദം ഉണ്ടാകുന്നത്. ഇരമ്യാവ് വിചാരിച്ച് ചീത്തയായത് എടുത്തെറിയും. പക്ഷേ ചീത്തയായതിന് കുശവൻ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. എന്തുകൊണ്ട് കൈ ചീത്തയായി പോയത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ചോദിച്ചേ, എന്തുകൊണ്ടാണ് പാത്രം ചീത്തയായി പോയത്? ഞാനൊരു 2 മിനിറ്റ് തരാം, നിങ്ങളുടെ അഭിപ്രായം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം. എന്തുകൊണ്ടാ ചീത്തയായി പോയത്? ഒരു നിമിഷം ചിന്തിച്ചേ. അശ്രദ്ധ. ഇരമ്യാവിനെ പഠിപ്പിക്കാൻ. ഓക്കെ. ഡെയ്സി. ശനി സിസ്റ്റർ, എന്തുകൊണ്ട് ആ പാത്രം ചീത്തയായി പോയത്? മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല, നല്ല മെറ്റീരിയൽ. സ്വതന്ത്രം മണ്ണാണ്. കുശവൻ ഉണ്ടാക്കുന്നത് മണ്ണ് കൊണ്ടാണ്. അത് കയ്യിൽ ചീത്തയായി പോയി. മണ്ണിന്റെ വെള്ളത്തിന്റെ അളവ് കറക്റ്റ് അല്ലായിരുന്നോണ്ടായിരിക്കാം. മണ്ണിന്റെയും വെള്ളത്തിന്റെയും അളവില് വ്യത്യാസം. ജിൻസി, പെട്ടെന്ന് എടുത്തു കാണും. പാത്രം റെഡി ആവണേ മുമ്പ് എടുത്തു കാണും. ചക്രത്തിന്മേലാണ്. ഫോക്കസ്ഡ് അല്ലായിരുന്നു. അത് പറഞ്ഞേ, അശ്രദ്ധ. ഫോക്കസ്ഡ് അല്ലായിരുന്നു. അതിൽ തന്നെ ശ്രദ്ധാലുവല്ലായിരുന്നു. ഓക്കെ, അത് പറഞ്ഞായിരുന്നു, അശ്രദ്ധ പറഞ്ഞായിരുന്നു. കുശവന് തോന്നി അതിലും ഒരു മെച്ചമായ പാത്രം ഉണ്ടാക്കാൻ പറ്റും, ഇതിലും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നിക്കാണും. അത് ചീത്തയായി കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടായിരിക്കാം പോയത്? അനി ബ്രദർ, ബ്ലസ്സൻ, എൽസ, ജിബി, അതിനകത്ത് തരികൾ എന്തെങ്കിലും കാണുമ്പോ അതിങ്ങനെ മിനുസാക്കി വന്നപ്പം അതിനകത്ത് പറ്റാത്ത പോലെ. ഓക്കെ, ആ മണ്ണ് പാത്രത്തിന് വേണ്ടി ഒരുക്കിയെടുത്തപ്പോൾ അതിനകത്ത് തരി കാണും അല്ലേ? അപ്പോൾ നിങ്ങൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങളെല്ലാം അഭിനന്ദിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, തനിയിരുന്ന് ഒരു അസൈൻമെന്റ് പോലെ നിങ്ങൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അത് ചീത്തയായി പോയത്? പ്രതീക്ഷയോടെ ഉണ്ടാക്കുന്നത്. കുശവൻ നല്ല അറിവുള്ളവനാണ്. പണ്ട് അപ്പച്ചന്മാര് പറയും, നീ എന്തൊരു കുശവനാണ്, ബുദ്ധിയില്ലാത്തവനെന്നാ അവര് വിചാരിച്ചേക്കുന്നത്. അവര് ഈ കഴിക്കുന്ന പാത്രത്തിൽ, അവരുണ്ടാക്കിയ പാത്രത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ കഴിക്കുന്നത്. അപ്പോൾ ഈ കുശവന്റെ കയ്യിൽ ചീത്തയാകാൻ പല കാരണങ്ങൾ കണ്ടേക്കാം. ആ മണ്ണിന്റെ മൃദുലത ആ വിരലിനനുസരിച്ച് മയപ്പെട്ടു വന്നില്ല. മയപ്പെട്ടു വന്നാൽ ഷേപ്പ് കറക്റ്റായിട്ട്. എൽസ പറഞ്ഞ പോലെ മണ്ണും വെള്ളവുമായി ഉള്ള താതാത്മ്യത്തിനകത്തുള്ള പൊരുത്തക്കേടാകാം ഇത് സംഭവിച്ചത്. അപ്പൊ അത് പൊളിഞ്ഞു. പക്ഷെ താൻ അതെന്ത് ചെയ്തു? ആ കുശവന്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. സൗരങ്ങളെ, ഇന്നലകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ച അളവിൽ ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് വീഴ്ച സംഭവിച്ചു, തകർച്ച സംഭവിച്ചു, ട്രാജഡി സംഭവിച്ചു, എല്ലാം പ്രതികൂലമായി, എല്ലാം വലിച്ചെറിയപ്പെടാൻ പോകുന്ന ഒരു അനുഭവം പോലെ,
എല്ലാം അവസാനിക്കുന്നു എന്ന് തോന്നുന്നത് പോലെ, ബന്ധം വേർപെടാൻ പോകുന്നു എന്ന് തോന്നുന്നത് പോലെ, ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നത് പോലെ, എല്ലാം പരസ്യകുലമായി പോകാൻ പോകുന്നു എന്ന് തോന്നുന്നത് പോലെ ആ വക്കോളം എത്തിയപ്പോൾ കരുണയുള്ള ദൈവം നോക്കി നിൽക്കുമ്പോൾ കണ്ടത് കുറെ കൂടെ അതിനെ നന്നായി രൂപപ്പെടുത്തി, പാകപ്പെടുത്തി, അതിനെ കുറച്ചുകൂടെ നല്ല ഷേപ്പിൽ, കാരണം ഇത് തകർന്ന പാത്രമാണ് എന്ന് മറ്റു പാത്രങ്ങൾ പറയാതെ ഇരിക്കത്തക്കവണ്ണം അതിനെ അതിമനോഹരമായ നിലയിൽ പണിതെടുത്തു. ഇന്നലകളിലെ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള നിങ്ങളുടെ നാളുകളെ എടുത്തു നോക്ക്. ആത്മീയരായവരാണെങ്കിൽ കുറെ കൂടെ അതിൽ പക്വത വന്നു കാണും, കുറെ പെറുവിറുപ്പ് അവസാനിച്ചു കാണും, വാദപ്രതിവാദങ്ങൾ നിർത്തിക്കാണും, അധരം കുറെ കൂടെ മൗനമായിരിക്കാൻ നിങ്ങൾ ശീലിച്ചു കാണും. ഒത്തിരി മനുഷ്യനിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാതെ ഭാര്യയുടെ കൈക്ക് പിടിച്ചു ബാ നമുക്കൊന്നിച്ച് മുട്ടുകുത്താം, നമ്മുടെ ദൈവം നമ്മുടെ കാര്യം സാധിപ്പിക്കുമെന്നുള്ള ഉൾക്കാഴ്ചയോടെ ആ കഷ്ടത ദൈവസന്നിധിയോട് അടുക്കുവാൻ നിങ്ങൾക്ക് നിശ്ചയമായി നിയോഗം നൽകി കാണും. നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോൾ നാം കാണുന്നത് അവിടെ പ്രധാനപ്പെട്ട നെഹമ്യാവിന് രാജാവ് ചെയ്തു കൊടുത്ത, താനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണല്ലോ, അതുകൊണ്ട് തനിക്ക് ന്യായമായി കിട്ടാൻ സാധ്യതയുള്ള എല്ലാ അധികാര പത്രങ്ങളും രാജാവിനോട് സ്വാധീനിച്ച് കാര്യം പ്രസന്റ് ചെയ്ത് താൻ വാങ്ങി. നമുക്കറിയാലോ, ഈ തുറന്നു പറയാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരുന്ന ചില സ്ഥലങ്ങൾ കാണും. അവിടെ നിങ്ങൾ തുറന്നു പറയണം. കാരണം ആ വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നതാണ്. അവിടെ നിങ്ങൾ മൗനമായിരുന്നാൽ നിങ്ങളുടെ വാതിൽ അടഞ്ഞു പോകും. അവിടെ ദൈവം തുറന്നിട്ട വാതിൽ നിങ്ങൾ ശക്തിയോടെ ഉപയോഗിക്കുക. വാതിൽ അടഞ്ഞതിന് ശേഷം കരയരുത്. നോക്കുക, അവിടെ താനെ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് താൻ ഗവർണേഴ്സിന് കൊടുക്കാനുള്ള ലെറ്റർ മേടിച്ചു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാനുള്ള ലെറ്റർ മേടിച്ചു. രാജാവ് അറിഞ്ഞ് ഡിഫൻസിനെ ഒരു നല്ല കൂട്ടം പടയാളികളെ തന്റെ കൂടെ അയച്ചു. ഒറ്റയ്ക്ക് ചെന്ന് താൻ യെരൂശലേമിൽ ചെന്ന് നോക്കുക. ഇനി 12ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ചില ദിവസം അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാര് രാത്രിയിൽ എഴുന്നേറ്റ്, അവിടെയാണ് നമ്മൾ വായിക്കുന്നത്, എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. നോക്കുക, അപ്പൊ പ്രാർത്ഥനാ മുറിയിൽ താൻ ആയിരുന്ന സമയത്ത് യെരൂശലേമിലേക്ക് നീ പോകണം എന്നൊരു നിയോഗമാണ് പോകാനായി തന്നെ നിർബന്ധിച്ച ഘടകം. ഈ ദിവസങ്ങളിൽ എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കാനിടയായി തീർന്നു സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദത്തെ കുറിച്ച്. ഇതിനെ അയക്കണം. ചോദ്യം ഇതാണ്, 2 ചോദ്യമാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി? ശബ്ദം കേട്ട യെശയ്യാവ് പറഞ്ഞു, ഈറമായി സെൻഡ് മീ ലോർഡ്. ആ നിയോഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്നറിയപ്പെടുന്നത്. ഇവിടെ ഇതാ പ്രാർത്ഥനാമുറിയിൽ തന്നോട് ദൈവം ഇടപെട്ടു, നീ പോകണം, നിന്റെ വഴി ഞാൻ ക്രമീകരിച്ചു തരാന്നേ, നിന്റെ തടസ്സങ്ങൾ മുഴുവൻ മാറ്റാൻ ഞാൻ ആളുകളെ ഒരുക്കിത്തരാം, നിന്റെ പ്രാണന് കേടുവരാതെ ഞാൻ ഒരു സൈന്യത്തെ അയക്കാം. ഓ ജീസസ്, പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ കരുതൽ അവിടെയാണ് ഒരുക്കപ്പെടുന്നത്, നിങ്ങളുടെ വഴികൾ അവിടെയാണ് ഒരുക്കപ്പെടുന്നത്. നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ മുന്നിൽ വഴികളെ പോയി ഒരുക്കുവാനും എല്ലാം തമ്പുരാൻ അതിൻ്റെ സാധ്യതകളെ ഒരുക്കി തന്നു. നാം അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, പ്രൈസ് ലോർഡ്, 2:18 കാണുന്നത്,
അദ്ദേഹം എല്ലാവരെയും ധൈര്യപ്പെടുത്തുകയാണ്. 18-ാം വാക്യത്തിൽ കാണുന്നത്, സ്തോത്രം, എൻ്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായി ഇരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. നോക്കുക, അപ്പൊ താൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ട്, തൻ്റെ വിഷൻ താൻ അവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഷെയർഡ് ഹിസ് വിഷൻ, അദ്ദേഹത്തിന്റെ ദർശനം അവരോട് പങ്കുവയ്ക്കുന്നു. എന്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്, ദൈവനെ എന്തിനാണ് അയച്ചിരിക്കുന്നത്, ആ ദർശനം പങ്കുവച്ചു. രാജാവിന്റെ കത്ത് കാണിച്ചു, ദേശാധിപതികൾക്ക് കാണിക്കാനുള്ള കത്ത് കാണിച്ചു. പടയാളികളും കൂടെ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അന്യോന്യം എന്ത് ചെയ്തു? ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. സൗരങ്ങളെ, നമ്മുടെ അധരത്തിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, ഞാൻ പറയാറുണ്ട്, എൻ്റെ ഒരു വലിയ കൊട്ടേഷൻ പോസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് കൊട്ടേഷനുകൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പ്രധാനമായി പുറത്തിറക്കിയിരിക്കുന്ന കാര്യം നിങ്ങൾ വേണേൽ എഴുതി വെച്ചു: താങ്ങിയില്ലെങ്കിലും തള്ളിയിടരുത്, വളർത്തിയില്ലെങ്കിലും നാമ്പ് നുള്ളരുത്, സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത്, നേടിയില്ലെങ്കിലും നശിപ്പിക്കരുത്, ആശ്വസിപ്പിച്ചില്ലെങ്കിലും വേദനിപ്പിക്കരുത്, ധൈര്യപ്പെടുത്തിയില്ലെങ്കിലും ഭയപ്പെടുത്തരുത്, അനുഗ്രഹിച്ചില്ലെങ്കിലും ശപിക്കരുത്. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മൾ ഒരാളെ താങ്ങാൻ പറ്റിയില്ലെങ്കിലും അവരെ തള്ളിയിടരുത്, വളർത്തിയില്ലെങ്കിലും നമ്മൾ ആ വളരാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ നാമ്പ് നുള്ളിക്കളയുക. ഒരാൾ ആരാധിച്ചു, ആത്മദാഹം കൊണ്ട് ആരാധിക്കുമ്പോൾ ഇടത്തും വലത്തും ഇരുന്നവരെ കണ്ണ് കാണിക്കരുത്. ഓ, അവിടെ ആരാധന, നിങ്ങൾ ആരാധിക്കുന്ന ആളിനെ അല്ല പുച്ഛിച്ചത്, ആരാധനയ്ക്ക് യോഗ്യനായവനെ പുച്ഛിച്ചത്. ഒരാൾ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇത്ര വലിയ ശബ്ദമൊന്നും വേണ്ട എന്ന് പറയരുത്. ഒരിക്കലും ഒരു പിതാവ് മകൾ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയും പ്രവചനാത്മാവിൽ നിറയുകയും ചെയ്ത ആ കുഞ്ഞിനെ വീട്ടിൽ വന്നപ്പോൾ കഠിനമായി ശാസിച്ചു. ആ കുഞ്ഞ് വളരെ ദുഃഖിതയായി. അവളുടെ ആരാധന ദാഹത്തെ ആ പിതാവ് അടിച്ചു കെടുത്തി. അപ്പന്റെ ഇമേജിന് നാണക്കേടായി പോയി എന്ന് പറഞ്ഞു. അത്രയൊന്നും ആരാധിക്കണ്ട, നീ അത്രയൊന്നും തുള്ളിച്ചാടണ്ട. സൗരങ്ങളെ, നമ്മൾ വെച്ചിരിക്കുന്ന ഡീസന്റ് ഒന്നും അല്ല കേട്ടോ. ഈ നാക്ക് തന്നത് ദൈവത്തെ സ്തുതിക്കാനാണ്. ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റുന്നതേ ദൈവം കൃപ തന്നിട്ട. കൈവറയ്ക്കാതെ ഒരു ഉരുള ചോറ് വാരി കഴിക്കാൻ പറ്റുന്നെങ്കിൽ അത് ദൈവകൃപയാന്ന് പറയണം. എൻ്റെ പിതാവ് 2.5 വർഷം കൈ വിറച്ചുകൊണ്ടായിരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവം തന്ന ആരോഗ്യം കർത്താവിന്റെ മഹത്വത്തിനാണെന്ന് എപ്പോഴും നിങ്ങൾ പറഞ്ഞോണം കേട്ടോ. ഞാൻ വിനയത്തോടെ അത് നിങ്ങളെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. നോക്കുക, ഈ നല്ല പ്രവൃത്തി, ഈ നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ പരസ്പരം ധൈര്യപ്പെട്ടു. അപ്പോൾ സഹായിച്ചില്ലെങ്കിലും നമ്മൾ ആരെയും ദ്രോഹിക്കരുത്, നമ്മളെന്നും നേടിയില്ലെങ്കിലും നമ്മളൊന്നും എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആരെയും നമ്മുടെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത്. സ്തോത്രം. ധൈര്യപ്പെടുത്താനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആരെയും നമ്മൾ പേടിപ്പിക്കരുത്, ഭയപ്പെടുത്തരുത്. ഒരിക്കലും നമ്മൾ ആരെയും ശപിക്കരുത്. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പി. ഇതാ കർത്താവ് പറഞ്ഞത്. ഒരിക്കലും നമ്മുടെ അധരത്തിൽ നിന്ന് ഒരു ശാപവാക്ക് വരുവാനായി പാടില്ല. നമ്മൾ പറഞ്ഞ ഇവിടെ ചിന്ത അവസാനിപ്പിക്കുന്നു. താഴേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. താൻ എൻകറേജ് ചെയ്യുന്നു, തൻ്റെ വിഷൻ അതെ ഷെയർ ചെയ്യുന്നു. അവരൊരുമിച്ച് നിന്ന് ആ നല്ല പ്രവൃത്തിക്ക് വേണ്ടി ശക്തമായൊരു ടീം വർക്കിന് അവർ തയ്യാറായി. നോക്കിയേ, ദൈവം അയച്ചു ചെന്നാൽ ആ വ്യക്തിയോടൊപ്പം വിഷൻ ഉള്ളവരെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ അതിനർത്ഥം.
നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ, നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ, നിങ്ങൾ ദർശനത്തോട് ഐക്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് കൈത്താങ്ങൽ നൽകുവാൻ ഇവിടെ കാണുന്നു. അങ്ങനെ അവർ പരസ്പരം അല്ലെങ്കിൽ അന്യോന്യം ആ നല്ല പ്രവൃത്തിക്കായി ധൈര്യപ്പെടുത്തി. ഈ ദിവസങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എവിടെയാണ് നിങ്ങളുടെ ആവശ്യം? എവിടെയാണ് നിങ്ങളുടെ പേപ്പർ വർക്കിന്റെ ആവശ്യം? എവിടെയാണ് നിങ്ങളുടെ ഡോക്യുമെന്റേഷന്റെ ആവശ്യം? എവിടെയാണ് നിങ്ങൾക്ക് പുറപ്പാടിന്റെ ആവശ്യം? എവിടെയാണ് നിങ്ങളുടെ സാധ്യതകളുടെ ആവശ്യം? സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ തലമുറകളുടെ കാര്യവും അറിയുന്നു. നെഞ്ചത്ത് കരം വെച്ച് പറയാമോ? അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. യെസ് മൈ ലോർഡ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. ഒരുമനപ്പെട്ട് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ. ഓ ധുരാമനാദികൾ ഘടാദി അർമനാജഗനഘടക ശന്തുൽ ഗനഗസ്യാനഗതിനി. കാൽവരിയിലെ പരിശുദ്ധ രക്തം കൊണ്ട് മുദ്രയിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിങ്ങളുടെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ കൃപ ചെയ്യുമാറാകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവേ, സ്തോത്രം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 10-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലും മറ്റൊരു സംഭവം കാണുന്നു. എന്താണ് 10-ാം വാക്യം? സൻബല്ലത്തും തോബിയാവും, നോക്കുക, കാര്യം കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യാൻ ഒരാൾ വരുന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. ഓക്കെ, ദർശനമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ മരിക്കും വരെ നിങ്ങൾക്ക് ശത്രുത്വം. കാരണം ആത്മീയന് മാത്രമേ ദർശനമുള്ളവനോട് ചേർന്ന് നിൽക്കാൻ കഴിയൂ. ആത്മീയരല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തു പറഞ്ഞാലും അത് മോശമായിട്ട് മാത്രമേ കാണിക്കൂ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ കാണുന്നത് പരസ്പരം ധൈര്യപ്പെടുത്തി സംസാരിക്കുമ്പോൾ, പരസ്പരം ധൈര്യപ്പെടുത്തി അവർ നല്ല പ്രവൃത്തിക്കായി ഒരുങ്ങുമ്പോൾ, ഇവിടെ ഇതാ സൻബല്ലത്തും തോബിയാവും പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ദർശനമുള്ളവരെ പരിഹസിക്കും. രാജാവിന്റെ അധികാരപത്രം വാങ്ങിക്കൊണ്ടുവന്ന നെഹമ്യാവിനെ പരിഹസിക്കുന്നു. ദേശാധിപതികൾക്ക് കത്ത് കൊടുത്ത കത്ത് മേടിച്ചു കൊണ്ടുവന്ന നെഹമ്യാവിനെ പരിഹസിക്കുന്നു. പക്ഷെ അവര് നോക്കി ആക്രമിക്കാൻ പറ്റുമോ? പടനായകന്മാരുണ്ട്, കുതിരച്ചേവകരുമുണ്ട്. മനസ്സിലായോ? നിനക്കെതിരെ ശത്രു പാളയം ഇറങ്ങും എന്ന് തമ്പുരാന് നേരത്തെ അറിയാം. അതുകൊണ്ട് നിന്റെ സുരക്ഷിതത്വവും നിന്റെ നിലനിൽപ്പും നിന്റെ ഭദ്രതയും കൂടെ ഒക്കെ നോക്കിക്കണ്ടാണ് ദൈവം അതിന് നെഹമ്യാവിനോടൊപ്പം എന്ത് ചെയ്തത്? അതെ, കുതിരച്ചേവകരെയും കൂടെ പടനായകന്മാരെയും കൂടെ അയപ്പാൻ ഇടയായി തീർന്നത്. ഇതിന്റെ നടുവിൽ നെഹമ്യാവ് പറയുകയാണ്, വെല്ലുവിളിയുടെ നടുവിൽ നെഹമ്യാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. പ്രതിസന്ധികളിൽ ആണ് നമ്മുടെ ധൈര്യം പുറത്തു വരേണ്ടത്. പ്രതികൂലങ്ങളിലാണ് നിന്റെ വിശ്വാസം പുറത്തു വരേണ്ടത്. ശത്രു എഴുന്നേൽക്കുമ്പോൾ ആമ ഓട്ടിക്കകത്ത് തലവലിക്കുന്നത് പോലെ ഓടി ഒളിക്കാനല്ല പ്രാർത്ഥിച്ച നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ലോകം നിന്നെ പരിഹസിക്കുന്നെങ്കിൽ പരിഹാസിയുടെ നടുവിലും ഈ ദൈവത്തിന്റെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയണം, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. അവിടുത്തെ വചനം ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ഈ വചനം മാറത്തില്ല. യേശു ക്രിസ്തു സത്യദൈവമാണ്. അവൻ നിത്യജീവനാണ്.
അവൻ അൽപ്പയാണ്, ഒമേഗയാണ്, ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, വരുന്നവനാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെയും മുഴങ്കാൽ അവൻ മടങ്ങുന്ന നാമമാണ്. സ്തോത്രം, 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 സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മനുഷ്യവർഗത്തിന് പാപമോചനവും നിത്യജീവനും ഇല്ല എന്ന് ആരുടെ മുമ്പിലും ഉറക്കെ പറഞ്ഞ് അവസാനിക്കാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനിങ്ങനെ പാസ്റ്റേഴ്സ് കോൺഫറൻസിന് ശുശ്രൂഷിക്കുമ്പോൾ വളരെ ഭാരത്തോടിരുന്ന ദൈവദാസന്മാരോട് ഞാൻ സംസാരിച്ചു. രാവിലെ ഞാനത് ഓർപ്പിച്ചതാണെന്ന് തോന്നുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, സ്തോത്രം, ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിലും, ആരുടെയും മുമ്പിൽ നിങ്ങൾക്ക് അവസരമില്ലെങ്കിലും നിരാശപ്പെടരുത്. നിങ്ങളായിരിക്കുന്ന സ്ഥലം ദൈവത്താൽ ആക്കപ്പെട്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ കാക്ക അവിടെ വന്നിരിക്കും. ദൈവം പറഞ്ഞെടുത്ത് താമസിച്ചാൽ വഴി തെറ്റത്തില്ല. അഡ്രസ് കൊടുത്തിരിക്കുന്നത് കെരീത്തിലോട്ടാണെങ്കിൽ കാക്ക അവിടെ വരും. ദേശം പട്ടിണിയിലാണ്, ദേശത്തെ എല്ലാ ഉറവും വറ്റിപ്പോയി. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, നീ പോയി കെരീത്തിനരികെ ഒളിച്ചിരിക്കണം, നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാലോ, കാക്ക പറവകളിൽ കൗശല ജീവിയാ, തട്ടിക്കൊണ്ടുപോകുന്ന ആളാ കേട്ടോ, തിരിച്ചു കൊടുക്കണം. ഇഴജാതികളിൽ പാമ്പാ, മൃഗങ്ങളിൽ കുറുക്കനാ. ഇതിന്റെ ഒന്നിന്റെയും പുറകെ ആളുകൾ അങ്ങനെ പോകില്ല. കാരണം ഇതെല്ലാം ചൂഷണക്കാരാണ്, കൗശലക്കാരാണ്, സൂത്രശാലികളാണ്. പക്ഷെ തമ്പുരാൻ എന്ത് ചെയ്യുന്നറിയാം? തട്ടിക്കൊണ്ടുപോകുന്നതിനോട് പറഞ്ഞു കൊണ്ടുകൊടുക്കാൻ. ദൈവം പറഞ്ഞാൽ നിനക്കുള്ള വഴി വരുമ്പോൾ അത് കറമ്പരാണോ വെളുമ്പരാണോ നിറമൊന്നും നോക്കിയല്ല നീ സ്വീകരിക്കുന്നത്. ദൈവം ഒരുക്കിയ വഴിയാണ്. നീ സന്തോഷത്തോടെ ആ ടീമിലേക്ക് അങ്ങ് കയറിക്കണം. സ്തോത്രം ചെയ്തില്ല. പ്രൈസ് ഗോഡ്. അതിലൂടെ ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ മുഖാന്തരങ്ങൾ. പക്ഷെ തോടുപറ്റി. ഞാൻ വിഷയം വിട്ടുപോകുന്നില്ല, കരുതലിനെ കുറിച്ച് പറഞ്ഞു നിർത്താൻ പോവുകയാണ്. സ്തോത്രം. തോടുപറ്റി. ദൈവം പറഞ്ഞു ഒളിച്ചിരിക്കാനാ അല്ലേ? അപ്പൊ നമ്മളോട് മറഞ്ഞിരിക്കാൻ പറയുന്ന സമയം നമ്മൾ മറഞ്ഞിരിക്കണം. നമ്മളോട് മറിഞ്ഞിരിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് പുറത്ത് പണ്ടൊരു അപ്പച്ചൻ പറഞ്ഞ പോലെ വെലസി നടക്കും. ക്രോധം കടന്നു പോകുമ്പോഴും അറയിൽ കയറി വാതിലടച്ച് ഇരിക്കായി എന്ന് ദൈവം പറഞ്ഞാൽ നീ ഇരിക്കണം. നിന്റെ വെക്കേഷന്റെ അവധി കുറച്ച് സമയം എടുത്ത് കുടുംബമായി വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോണം. അത് സമ്പാദ്യമാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നിടത്തോളം നിങ്ങൾ നന്മയും അനുഗ്രഹങ്ങളും ദൈവകൃപയും ആത്മീയ പുഷ്ടിയും വളർച്ചയും ആത്മീയ ആരോഗ്യവും നിങ്ങൾ പ്രാപിച്ചിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇന്നലകളിൽ ദൈവശബ്ദം ഏറ്റെടുത്ത് ചുവട് വെച്ചവരാരും പട്ടുപോയിട്ടില്ല. ദൈവമക്കളെ, ദൈവത്തെ അനുസരിച്ച ഒറ്റ കുടുംബം പരാജയപ്പെടത്തില്ല. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവാത്മാവ്. ഇന്നിപ്പോ ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ടവരോട് പറയുമായിരുന്നു, സ്തോത്രം, ഇവിടെ ഗ്യാസ് തീർന്നു, ഓഫീസിൽ ഇരിപ്പുണ്ട് ഗ്യാസ്, പക്ഷേ താക്കോല് തന്നു വിട്ടപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്ത് താക്കോൽ എടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ തന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ്, മേടിച്ച ഞാനും ബോധമില്ല, അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ്, അയ്യോ ഇത് ഈ താക്കോൽ ഓഫീസിന്റെ അല്ലേ. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ ഇനി ഞാൻ എന്നാ ചെയ്യും? ഗ്യാസിന് എന്നാ ചെയ്യും? പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന കടയിൽ ചെന്ന് അവനോട് പറ ഗ്യാസിന്. ഞാൻ അന്നേരെ വിളിച്ചു, ബിനു എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവരെ വിളിച്ചു, ബിനു എനിക്ക് ഒരു കുറ്റി ഗ്യാസ് വേണം, തീർന്നു. എന്നോട് പറഞ്ഞു ഇനി വരാൻ. നോക്കിക്കേ, നമ്മളൊരു ചെറിയ വിഷയത്തിൽ ഭാരപ്പെട്ടാലും നമ്മുടെ ദൈവത്തിന്റെ കരുതൽ കാണും. സ്തോത്രം. അപ്പുറത്തൊരു വിധവ ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുക. തമ്പുരാൻ നോക്കി എന്നെ സേവിക്കുന്ന ഒരു പൈതല. ഇപ്പൊ ഇവൻ ഈ ഉറവയും കുടിച്ച് കാക്കയുടെ വരവും കാത്ത് ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല. തോട് വറ്റിച്ചു, കാക്കയുടെ വരവ് നിന്നു. ഇനി എന്താ ചെയ്യേണ്ടത് ചോദിക്കുന്നതിന് മുമ്പ് അടുത്തൊരു വാതിൽ, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് സാരഫത്തിലേക്ക് പോകാം, നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു.
അവിടെ നിന്ന് പുറപ്പെടാൻ വാസ്തവത്തിൽ പറ്റില്ല. എന്താ? രാജാവ് ആളയച്ച് ഏലിയാവ് ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്നിപ്പം ജനങ്ങളെ കൊണ്ട് ശപഥം ചെയ്യിച്ചിരിക്കുക. ദൈവമക്കളെ, കർത്താവ് ഒളിപ്പിച്ചാല് ആർക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല. ഞങ്ങൾ മലബാറിൽ മതിലേരിത്തട്ട്, കർണാടകത്തിന്റെ അതിർത്തിയാ, മതിലേരിത്തട്ട് എന്ന് പറയുന്ന സ്ഥലം വരെ സുവിശേഷീകരണം നടത്തി തിരിച്ചു വരുമ്പോ അന്ന് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ജെയ്സൺ തോമസും ഞാനും കൂടെ 10-13 കിലോമീറ്റർ മല മുകളിൽ ഇങ്ങനെ പ്രവർത്തനം എല്ലാം കഴിഞ്ഞു വരുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, വന്ന വഴിക്ക് പോകരുത്, പതിയിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അതെ, കേരള ഫോറസ്റ്റിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതുവഴി പൊയ്ക്കോ. രാത്രി 8 മണി സമയമാണ്, കൂരിരുട്ട്, ലൈറ്റ് ഇല്ല, എങ്ങനെ പോകും? ഞങ്ങൾ അവിടെ ഒരു പാറപ്പുറത്തിരുന്ന് കരഞ്ഞു. ദൈവത്തിന്റെ കരുണ, നിലാമ്പട്ടം കിട്ടി. സ്തോത്രം. ആ നിലാമ്പട്ടത്തിൽ കാട്ടിന്ന് എങ്ങനെയോ എനിക്കൊരു വടി തമ്പുരാന്റെ കൃപയായി കിട്ടി. ഞാൻ ജെയ്സനോട് പറഞ്ഞു, മോനെ, എന്റെ പുറകെ നീ വരണം, നമ്മുടെ മുന്നിൽ കർത്താവ് പോകുന്നുണ്ട്. സ്തോത്രം. നിനക്ക് ഈ വഴി അറിയാമോ? എന്നോട് പറഞ്ഞു, സാറേ എനിക്കറിയത്തില്ല ഈ വഴി. മോനെ, എനിക്കും അറിയത്തില്ല, പക്ഷെ ആത്മാവ് റോഡേ പോകരുന്ന് വിലക്കുന്നു, പതിയിരിപ്പുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ആ ഫോറസ്റ്റിന്റെ സൈഡിൽ കൂടെ നടന്ന് ഒരു അടിവാരം ഇറങ്ങിയ ഒരു പാറയുടെ അടിവാരത്തിന്റെ ഭാഗത്ത് വന്ന് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു പറങ്കിയുടെ കീഴിൽ ഞങ്ങൾ തളർന്ന് അവിടെ ഇരിക്കുക. ആ അരണ്ട വെട്ടത്ത് ഞങ്ങൾ മുകളിലോട്ട് നോക്കുമ്പോൾ അതിഭയങ്കരമായ ഒരു കടന്തൽ കൂട്ടത്തിന്റെ താഴെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ ബന്ധപ്പെട്ട് അർദ്ധരാത്രി ആയപ്പോൾ വീട്ടിൽ വന്നു. പിറ്റേ ആഴ്ച ഞങ്ങള് വിസിറ്റിങ്ങിന് പോകുമ്പോൾ ഒരാള് ചോദിക്കുകയാണ് ജെയ്സനോട്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയില്ല അല്ലേ? അവർ പറഞ്ഞ് തിരിച്ചു പോയി. നിങ്ങൾ ഈ റോഡേ പോയില്ലല്ലോ. അവർ പറഞ്ഞ് റോഡേ പോയില്ല, ഞങ്ങളെ ദൈവം വേറൊരു വഴി കൂടെ വിട്ടു. അന്നേരം പറയുകയാണ്, എന്തായാലും അതുവഴി വരാഞ്ഞത് നന്നായി. മുളവടിയും കൊണ്ട് ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ, സ്തോത്രം. എവിടെയൊക്കെ ശത്രു പാളയം ഇറങ്ങിയാലും ദൈവം നിന്നെ സൂക്ഷിച്ചാൽ, ദൈവം നിന്നെ പരിപാലിച്ചാൽ, ദൈവം നിന്നെ മറച്ചാൽ, ഓ ജീസസ്, അവിടുന്ന് കൺമണി പോലെ നമ്മളെ സൂക്ഷിച്ചാൽ ഒരു ശത്രുവിനും കാണാതെ വണ്ണം നിന്നെ അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുകയും തിരുനിവാസത്തിന്റെ മറവിൽ അവൻ മറയ്ക്കുകയും പാറമേൽ അവൻ നിന്നെ ഉയർത്തുകയും ചെയ്യുന്നു. ഇതവിടെ അരികിൽ ചെല്ലുമ്പോൾ പറയുന്നത്, ഒരു മുറി അപ്പം കൊണ്ടുവരണം, നീ അല്പം വെള്ളം കൊണ്ടുവരണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദേശത്തെ തോട് പറ്റി, പുഴകളെല്ലാം പറ്റി, ഉറവുകളെല്ലാം പറ്റി, പക്ഷെ ആ വിധവയുടെ ഭവനത്തിലുള്ള ആ ഉറവ് പറ്റിയോ? സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി ബ്രെഡ് ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്തോണം. അന്നുള്ള ആഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. നിങ്ങൾക്ക് അധ്വാനിപ്പാനുള്ള ആരോഗ്യം ലഭിച്ചെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ ദാനം മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ജീസസ്. ആ സഹോദരി പറയുകയാണ്, ഇതാ 2 വിറക് ഇറക്കുന്നു, കലത്തിൽ അല്പം മാവേ ഉള്ളു, തുരുത്തിയിൽ അല്പ എണ്ണയും. നിന്റെ ദൈവമായ യഹോവയാണ് ഇത് ഞങ്ങൾ കഴിച്ചിട്ട് മരിക്കാൻ പോവുകയാണ്. നോക്കിയേ, ലാസ്റ്റ് ബ്രെഡ്, ലാസ്റ്റ് ബ്രീത്ത്, ആ പരുവത്തിൽ ഇരിക്കുക. പക്ഷെ ഏലിയാ പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യേ, ഒരു മുറി അപ്പം എനിക്ക് കൊണ്ടുപോവാ, ഇച്ചിരി വെള്ളവും കൊണ്ടുപോവാ. പക്ഷെ യഹോവയുടെ ഒരു അരുളപ്പാടുണ്ട്, അത് പറയാനാ നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നത്. എന്താണ്? യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാള് വരെ, യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാള് വരെ ദൈവം വാറണ്ടി പറഞ്ഞു, ഗ്യാരണ്ടി പറഞ്ഞു, നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, നിന്റെ ഭരണിയിലെ എണ്ണ കുറയത്തില്ല. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന ദൈവവേദനെ, നിന്നെ വിളിച്ച ദൈവത്തിന്റെ കരുതലിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ടെന്ന് നീ ഉറക്കെ പറയണം, ഉറക്കെ പറയണം. യെസ്, എന്നെ വിളിച്ച ദൈവം നടത്തൂന്ന് നിങ്ങളൊന്ന് ആരോഗ്യത്തോടെ പറഞ്ഞേ. എന്നെ വിളിച്ച ദൈവം, എന്റെ കുടുംബത്തെ വിളിച്ച ദൈവം,
എനിക്ക് കുഞ്ഞുങ്ങളെ തന്ന ദൈവം അവരുടെ ഭാവിക്ക് വേണ്ടി കരുതും. എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ദൈവം കരുതും, അവരുടെ ഭാവിക്ക് വേണ്ട ദൈവം കരുതും, തക്ക സമയത്ത് കരുതും. സ്വഭാവ മാറ്റങ്ങളാണോ ദൈവം മാറ്റും, രൂപാന്തരമാണോ ദൈവം ചെയ്യും, സൗഖ്യമാണോ അത് ദൈവഹിത പ്രകാരമുള്ളതാണെങ്കിൽ ആ സമയത്ത് നടന്നിരിക്കും. ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, പക്ഷേ ദൈവം വറ്റാതെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന ആ മാവ് ഒരു ദിവസവും പൊളിച്ചില്ല. ഇല്ല. സ്വത്രം. ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് നിങ്ങൾ സ്റ്റെപ്പ് വെച്ചാൽ അതിന്റെ വർധനവ്, അതിന്റെ കരുതൽ, അതിന്റെ നടത്തിപ്പ് എങ്ങനെയെന്നൊന്നും നിങ്ങൾ അറിയണ്ട. കാൽവറിയിൽ നിങ്ങൾക്കുള്ള മുഴുവൻ പ്രൈസും കർത്താവ് പേ ചെയ്തെങ്കിൽ നമ്മളെ വീണ്ടെടുക്കുന്ന സമയം വരെ അത്ഭുതകരമായി അതിശയകരമായി നമ്മളെ നടത്തും. ആയുസിന്റെ മധ്യേ പട്ടുപോകുമെന്ന് നമുക്ക് തോന്നും. ഒരു ദിവസം ഞാൻ ശൗലിന്റെ കൈയാൽ മരിക്കുകയുള്ളെന്ന് ദാവീദ് പറഞ്ഞു. ആ ദാവീദ് അനേക വർഷങ്ങൾ രാജാവായിരുന്നു. എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കി വിടുമോ എന്ന് യാക്കോബ് പറഞ്ഞു സഹോദരൻ. പക്ഷെ സ്വർഗത്തിലെ ദൈവം അതിന് ദീർഘായുസ് കൊടുത്തു. എന്റെ കൊച്ചുമക്കളെല്ലാം ജോസഫിന്റെ പദവി കണ്ടു, എല്ലാം കണ്ടു. സ്തോത്രം. കാക്കിക്ക് വരാൻ പറ്റാത്തതും വിധവയ്ക്കെത്താൻ കഴിയാത്തതും ഉണ്ടെന്നും കൂടെ ഓർക്കണം. എവിടെ ഇസബേലിന്റെ ശബ്ദത്തിൽ മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച് പലരുടെ വാക്കിൽ മുറിവേറ്റ മരിക്കാൻ പറ്റുന്നില്ല എടുത്തോണേ എന്ന് കരഞ്ഞ ഏലിയാവിനെ പോലെ എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മരിക്കാൻ കൊതിച്ചവന് ദൈവം കൊടുത്തത് മരണമല്ല, ജീവിപ്പിക്കുന്ന അടയായിരുന്നു. അവിടെ ദൈവം വിധവയെ അയച്ചില്ല, കാക്കയും അയച്ചില്ല. തമ്പുരാൻ നേരിട്ട് ദൂതനെ അയച്ചിട്ട് ഒരു ടൈമിൽ 2 പൊതി കൊടുത്തു. എഴുന്നേറ്റ് തന്നെ, നിനക്ക് ദൂരെ യാത്ര ചെയ്യാറുണ്ട്, നിനക്ക് ദൂരെ യാത്ര ചെയ്യാറുണ്ട്. ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അല്പം മിനിറ്റ് നമുക്ക് 40 ദിവസത്തെ വചനധ്യാനത്തിന്റെ 6ാമത്തെ രാത്രി നമ്മൾ എല്ലാവരും അക്ഷരം തുറന്ന് അന്യഭാഷയിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളും പ്രാപിപ്പാൻ ദാഹമുള്ളവരും നിങ്ങളുടെ അധരം തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ചെയ്താട്ടെ. ഓ ഹല്ലേലൂയ, ഓ ജീസസ്, 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 ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒരുമനപ്പെട്ട് വിശ്വാസത്തോടെ തമ്പുരാന് നന്ദി പറഞ്ഞു.